കിക്ക് ഔട്ട് ഡ്രഗ്സ് സന്ദേശവുമായി ലോകകപ്പ് പുനരാവിഷ്കരണം. നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും BVHSS സ്പോർട്സ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടി ശ്രദ്ധേയമായി. This news brought to you by Kalpaga Weddings, North Parur. ലോകകപ്പിന്റെ ആവേശത്തിമിർപ്പിലും ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ച് നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും BVHSS സ്പോർട്സ് അക്കാദമിയും ചേർന്ന് ശ്രദ്ധേയമായ പരിപാടി സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഹ്വാനമായ തൂഫാൻ 1 മില്യൺ ഗോൾ കിക്ക് ഔട്ട് ഡ്രഗ്സ് പദ്ധതിയുടെ ഭാഗമായി ലോകകപ്പ് ആവേശത്തോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവും വിദ്യാർത്ഥികൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി വർഗീസും വാർഡ് മെമ്പർ MS സുമേഷും ചേർന്ന് നിർവഹിച്ചു. പോലീസ് സബ് ഇൻസ്പെക്ടർ അരുൺ KS മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭിന്നശേഷി വിദ്യാർത്ഥികളായ ശിവനന്ദ് S മാളിയേക്കൽ, സ്കൂൾ മാനേജർ S ജയഗോപാലിനൊപ്പം ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് PK രാജീവ് അധ്യക്ഷനായ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേവിസ് ബിബിൻ, ഹെഡ് മിസ്ട്രസ് ശ്രീഭദ്ര P, പ്രിൻസിപ്പൽ മിനി P, സ്കൂൾ മാനേജ്മെന്റ് അംഗം NA വിജയകുമാർ, BVHSS സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് അമൽ ആന്റണി, വിദ്യാർത്ഥി പ്രതിനിധി ധ്രുവ രജീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫിഫ ലോകകപ്പിന്റെ ആവേശം നിറച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ ഫാൻസ് ഫുട്ബോൾ മാച്ചും സംഘടിപ്പിച്ചു. നായരമ്പലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KJ ഫ്രാൻസിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ടീം ഫ്ലാഗ് റിലീസിംഗും ഓവറിംഗും സ്കൂൾ PTA പ്രസിഡന്റ് PK രാജീവും സ്കൂൾ മാനേജർ S ജയഗോപാലും ചേർന്ന് നിർവഹിച്ചു. അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ്, ബ്രസീൽ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ് വിദ്യാർത്ഥികൾ ഫാൻസ് മാച്ചിൽ മാറ്റുരച്ചത്. ആവേശകരമായ മത്സരത്തിൽ ബ്രസീൽ ഫാൻസ് ടീം ജേതാക്കളായി. വിജയികൾക്ക് സ്കൂൾ മാനേജർ S ജയഗോപാൽ, PTA പ്രസിഡന്റ് PK രാജീവ്, ഹെഡ് മിസ്ട്രസ് ശ്രീഭദ്ര P, BVHSS സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ആന്റണി വർഗീസ് എന്നിവർ ചേർന്ന് പുരസ്കാര വിതരണം ചെയ്തു. കായിക അധ്യാപകൻ സാദിഖ് Kയുടെ നേതൃത്വത്തിൽ BVHSS സ്പോർട്സ് അക്കാദമിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, നായരമ്പലം. നമ്മുടെ ഏറ്റവും ആരാധകരുള്ള 4 ടീമുകളായിട്ട് 4 ഫാൻസ് ടീമുകളായിട്ട് നമ്മുടെ ഈ 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളെ തിരിച്ച് അത് ഏറ്റവും ആവേശകരമായ രീതിയിൽ തന്നെ ഈ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. BVHSS സ്കൂളും സ്പോർട്സ് അക്കാദമികളും സഹകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇത്തരം ഒരു കോമ്പറ്റീഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു മത്സരം കേവലമായ ഒരു ഫുട്ബോൾ മത്സരം എന്നതിനേക്കാൾ അപ്പുറം മൊത്തം പുതിയ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ സിന്തറ്റിക് ലഹരിയിൽ നിന്നും മറ്റുതര ലഹരിയിൽ നിന്നെല്ലാം മാറ്റി കായിക ലഹരിയിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശം കൂടി നമ്മുടെ ഈ ഒരു സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിലുണ്ട്, ഈ ഒരു ഫാൻസ് ചാമ്പ്യൻഷിപ്പിലുണ്ട്. 4 ടീമുകളായി തിരിച്ച് ഇന്നലെ മുതൽ നമ്മളിവിടെ കിക്ക് ഔട്ട് ഡ്രഗ്സ് എന്ന് പറയുന്ന ലഹരിയെ തുരത്തുക എന്ന് പറയുന്ന നമ്മുടെ സ്കൂൾ തന്നെ ആവിഷ്കരിച്ച ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടവും ഷൂട്ടൗട്ട് മേളയും ഒപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തൂഫാൻ 1 മില്യൺ ഗോളിൻ്റെ ഒരു ഗോളടിക്കുന്ന ഒരു പ്രോഗ്രാമും സംയുക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നിവിടെ കലാശ കൊട്ടനിലക്ക് ഇന്നിവിടെ ഒരു ഫാൻ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ഹൈസ്കൂൾ ഭാഗം കുട്ടികളെ 4 ഗ്രൂപ്പുകളായി തിരിച്ച് 4 ടീമുകളായി തിരിച്ച് അർജന്റീന, പോർച്ചുഗൽ, ബ്രസീൽ, ഫ്രാൻസ് 4 ടീമുകളായി തിരിച്ചാണ് നമ്മൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ ആവേശകരമായി തന്നെയാണ് ഈ ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റിന്റെ ഏകദേശം രൂപം നമ്മുടെ ഈ ഗ്രൗണ്ടിൽ, ചെറിയൊരു ഗ്രൗണ്ടിൽ പരിമിതമായ സൗകര്യങ്ങളെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയായിരുന്നു നമ്മളുടെ ഒരു ഉദ്ദേശം. കുട്ടികൾക്ക് പുതിയൊരു അനുഭവം കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ പല പ്രമുഖ ടീമുകളും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്ന നമ്മുടെ എടവനക്കാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ടേബിളും ലസീസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ടീം ഗ്രൂപ്പാണ് നമുക്ക് ഇത്തരം ഒരു ട്രോഫി വേൾഡ് കപ്പ് തന്നെ ഇവിടെ നമുക്കൊന്ന് റിക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്.